ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മീൻ പിടിക്കണതിൻ്റെ ചൂണ്ടൊക്കെ ഇമ്മമ്മ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ ഫിഷിംഗ് റോഡ് അങ്ങനൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് വടിയേറ്റ മീൻ പിടിക്കണേ. അപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കി നോക്കുമ്പോൾ മണ്ണിരൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ്. മണ്ണിരക്ക് പകരം നമുക്ക് ഇത് ഒരു ഹാക്കാണ്, അത് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് 3 പാർലേജി ബിസ്ക്കറ്റാണ്. പാർലേജി ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടി, അതിൽ കായപ്പൊടി, അതിൽ വെള്ളം ചേർത്തതാണ്, അതാണ് ഇങ്ങനെ. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ പാർലേജി ബിസ്ക്കറ്റിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് കുതിർന്ന് കഴിഞ്ഞാൽ ആണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് കുതിർന്നിട്ട് വരാം. അപ്പോൾ ഇതാ ഇവിടെ പാർലേജി ബിസ്ക്കറ്റ് ഇതാ ഞങ്ങൾ വെള്ളമാക്കിയിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു രീതിയിലായിട്ടുണ്ട്. ഇത് ലൂസായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ആക്കി കൊടുക്കണം. അതിൻ്റെ മുമ്പ് ഇതൊന്ന് റെഡിയായി വരാനുണ്ട്. അപ്പോൾ ഈ പാർലേജി ബിസ്ക്കറ്റ് വെള്ളത്തിലാക്കി കുതിർത്തത് നമുക്ക് ഇതിലേക്ക് ഈ മൈദപ്പൊടിയും ഈ കായപ്പൊടിയും ഒക്കെ ഇട്ടേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കുഴച്ച് ഇങ്ങനെ ഉണ്ട്. നമ്മൾ കുഴക്കണ അനുസരിച്ച് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. റൗണ്ടായി വരുന്ന അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം സെറ്റായിട്ടുണ്ട്. ഇതിനി വർക്കാവോ ഇല്ലേന്ന് അറിയില്ല, ചെന്നിട്ട് നോക്കണം വർക്കാവോ ഇല്ലേന്ന്. ഗായ്സ്, അപ്പോൾ ഈ ഹാക്ക് വർക്കാവോ ഇല്ലേന്ന് ഞങ്ങൾക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് വർക്കായില്ലെങ്കിൽ മണ്ണിര എടുക്കാണ്. വർക്കായില്ലെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മണ്ണിരനെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് മണ്ണിരനെ നോക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാക്കിൽ പറമ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തപ്പി നോക്കാം. മണ്ണിര കിട്ടുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഗായ്സ്, അപ്പോൾ മണ്ണിര ഉണ്ടോയെന്ന് നോക്കുകയാണ്. ഇതിൻ്റെ തൈ അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്തൊന്നും കണ്ടില്ല. ഗായ്സ്, മണ്ണിരനെ കിട്ടി. ഗായ്സ്, മണ്ണിരനെ കിട്ടി. ഗായ്സ്, അപ്പോൾ നല്ല നീണ്ട മണ്ണിരനെയാണ് കിട്ടിയിരിക്കണത്. ഗായ്സ്, അപ്പോൾ ഇമ്മയും കൂടി വന്നപ്പോൾ 2ാമത്തെയും 3ാമത്തൊക്കെ മണ്ണിര കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണാവോ എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് മണ്ണിര അങ്ങനെ കിട്ടുന്നില്ല, അധികം മണ്ണിര ഒന്നും കിട്ടുന്നില്ല. ഇമ്മമ്മ നിൽക്കണ ആ സ്ഥലത്ത് തോനെ മണ്ണിര ഉണ്ട്, അതുകൊണ്ട് ഇമ്മമ്മ തോനെ എടുത്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ 2 അല്ല 3 ഇതാ ഇതാ 3 കൊല്ലല്ലേ. അപ്പോൾ ഇവിടെ തപ്പുന്നുണ്ട്. എത്ര എണ്ണം കിട്ടിയെന്ന് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര നേരം നോക്കിയിട്ട് ആകെ 3 മണ്ണിരനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു കുപ്പിയിലേക്ക് ആക്കാം. ഗായ്സ്, അപ്പോൾ 3 മണ്ണിരനെ കിട്ടിയിട്ടുള്ളൂ പറമ്പിൽ തപ്പിയിട്ട്. ഇനി ഞങ്ങൾ റെഡി ആയിട്ട് പാടത്തേക്ക് പോകുമ്പോൾ ഇനി മണ്ണിരനെ പറമ്പിൽ നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക. അപ്പോൾ ഇനി പാടത്തെത്തിയിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ മണ്ണിരണ്ട്. ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സാധനം ഉണ്ട്.
ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണ സാധനമുണ്ട്. ഇവിടെ ഇതാ 3 ഫിഷിംഗ് റോഡ് ഉണ്ട്. ഇതിൽ അപ്പം അമ്മ ഇതിമ്മ ഒരു വലിയ വടിമ്മ നൂലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇട്ട കുളത്തിവിടെ അടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫിഷിംഗ് റോഡ് ഗായ്സ്. അപ്പം ഞങ്ങൾ ഇതാ പോവാണ്, പാടത്തേക്ക് പോവാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഇതാ പാടത്ത് ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ചെന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യണം നമ്മുടെ മൈദയുടെ സാധനം വർക്കാവോ ഇല്ലേന്ന്. അപ്പോൾ മൈദയുടെ സാധനം വർക്കായില്ലെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി മണ്ണിര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് അവിടെ ഇനി മീൻ പിടിക്കുന്ന കാണാം ഗായ്സ്. അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട്. ഈ തോട്ടിൽ നിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഇമ്മ വണ്ടി തിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി മീൻ പിടിക്കുന്നത് കാണാം ഗായ്സ്. അപ്പോൾ എനിക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇമ്മമ്മ ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഈ ഇമ്മമ്മ നോക്കിയിട്ട് ചെറിയൊരു മീനിനെ കിട്ടി. പക്ഷെ അത് പോയി വെള്ളത്തേക്ക് തന്നെ പോയി. ഇത് ഞാൻ പിടിച്ച മീനാണ്. ഇതിൽ ചില മീനുകൾ ഈ മൈദയുടെ ഈ സാധനം കഴിച്ചിട്ട് പോവാണ്. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തതിൽ കുറച്ച് വെള്ളം കൂടി പോയി. അതുകൊണ്ട് ചെറുതായിട്ട് വർക്കായില്ല, എന്നാലും ഒരു മീനൊക്കെ കിട്ടി. ഗായ്സ് അപ്പോൾ ഇതാണ് ഈ തോട്. ഇവിടെ ഒരു പാലം പോലെയാണ്. അവിടെ ഈ ഒഴുക്കുള്ള സ്ഥലത്ത് മീനിട്ടാൽ ഈ ഒഴുക്കുള്ള സ്ഥലത്ത് ചൂണ്ടിട്ടാൽ മീൻ കിട്ടൂല എന്ന് ഉമ്മ പറഞ്ഞു. പക്ഷെ അവിടെ വേറൊരു അങ്കിള് എല്ലാ ദിവസവും മീൻ പിടിക്കാറുണ്ട്. ആ അങ്കിൾക്ക് കിട്ടി. പിന്നെ ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കാർമേഘമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പിടിച്ച മീൻ പിടിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളും മീനൊക്കെ അവിടെ ഉണ്ട്. ഈ ഒഴുക്കുള്ള സ്ഥലത്ത് ചൂണ്ട ഇടുമ്പോൾ ഈ ചൂണ്ട നീങ്ങി പോവാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായി മീൻ പിടിക്കാൻ പറ്റിയില്ല. അപ്പം ഇനി ഇതിൽ മീൻ കിട്ടുമെന്ന് നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഗായ്സ്. പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കിയ ഈ മൈദയുടെ സാധനം ഈ ചെറിയ ചെറിയ മീനുകൾ കഴിച്ചിട്ട് അത് കടിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. ഒരു മീനട്ട ആണ് അത് കടിച്ചപ്പോൾ കറക്റ്റായി കിട്ടിയത്. ബാക്കിയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ അത് കടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് 2 മീൻ കിട്ടി. അല്ല 3 മീൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു മീൻ ഇതാ ഇവിടെ ചത്ത് എടുക്കുന്നുണ്ട്. ഇവിടെ ചത്ത് എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഞാൻ പിടിച്ചതും ചത്തിട്ടുണ്ടായിരുന്നു. താത്ത പിടിച്ചതിന് മാത്രമേ ജീവുള്ളൂ. പിന്നെ നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നല്ല കാർമേഘമുണ്ട്. പിന്നെ നല്ലൊരു തോടാണ് ഇവിടെ, നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഉമ്മ പെട്ടെന്ന് വണ്ടി കയറിയിട്ട് വീഡിയോ എടുത്തു. ഞങ്ങൾ 2 ആളും അവിടെ നിന്ന് നനയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു ഗായ്സ്. ഇമ്മമ്മ അപ്പുറത്ത് ചൂണ്ടയിടുന്നുണ്ട്. ഇമ്മമ്മക്ക് അവിടെ ഇട്ടിട്ടൊന്നും കിട്ടിയില്ല, ആർക്കും അവിടെ ഇട്ടിട്ട് കിട്ടിയില്ല. ഞങ്ങൾ നല്ല മഴ പെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പോൾ മഴ ചെരിഞ്ഞിട്ട് പെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ മേലൊക്കെ ആകെ വെള്ളമായി. പിന്നെ ഞങ്ങൾ വിചാരിച്ച് മഴ കഴിഞ്ഞിട്ട് മീൻ പിടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ സൈഡിലിട്ടതായിരുന്നു. പിന്നെ ഗൈസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നാണ് മഴ പെയ്തത്. ഇപ്പോൾ ഇവിടെ രാവിലെ വരെ നല്ല വെയിലായിട്ട്, ഞങ്ങൾ വന്നതിന് ശേഷം നല്ല വെയിലായിരുന്നു. വന്നിട്ടൊരു 15 മിനിറ്റ്
ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കാർമേഘം വന്നിട്ട് ഒരു നല്ല മഴ പെയ്ത്. പിന്നെ കുട വിട്ടാൽ ഒന്ന് ജസ്റ്റ് ഒരു വെള്ളെങ്ങാനും വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് പോവും. അപ്പോൾ പിന്നെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്മമ്മ വണ്ടി കയറിയിരിക്കണ്. അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ അവിടെ ഇട്ടപ്പോൾ മഴയത്ത് കുട നിവർത്താനും പറ്റില്ല, വണ്ടിയിലാകെ വെള്ളമായി. ഗൈസ്, മഴ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് നിന്നില്ല. നിന്നതിന് ശേഷം മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നിൽക്കണ ഒരു ലക്ഷണവും ഇല്ല. അപ്പോൾ താത്ത ഡ്രസ്സ് ആകെ നനഞ്ഞെന്ന് പറയായിരുന്നു. അവിടെ സാധനങ്ങളൊക്കെ സൈഡിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എടുക്കാനൊരു മാർഗ്ഗമില്ല. മഴ ഒന്ന് കുറച്ച് കുറയട്ടെ എന്ന് വിചാരിച്ചു. മഴ ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ കൂടി വരികയാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവുകയാണ്. മീൻ പിടിക്കാൻ വേണ്ടി എടുത്ത സാധനങ്ങളും പിന്നെ മീനും അപ്പോൾ മീനൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ